ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ രേവതി അന്നേ ദിവസം വീട്ടിൽ പോയിരുന്നു എന്നും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവു പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അറിയുകയും രാത്രിയിൽ തിരിച്ചെത്തുന്ന രേവതിയുടെ അടുത്ത് അതിനെക്കുറിച്ച് സച്ചി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അരുൺ വന്നിട്ട് രേവതിയുടെ അടുത്ത് സംസാരിച്ചല്ലോ, ഈ വിവാഹം എങ്ങനെങ്കിലും നടത്തി തരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചൊക്കെ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത്. പക്ഷെ സച്ചിയുടെ മുൻകോപം കൊണ്ടാണ് രേവതി പറയാതെ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടും സച്ചി ദേഷ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഈ വിവാഹം ഒരിക്കലും നടക്കില്ല, താൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതെന്തായാലും നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ഇനി എന്റെ വാക്കുകൾ ധിക്കരിച്ച് കല്യാണം നടത്താനാണ് ഭാവമെങ്കിൽ പിന്നീട് രേവതിയുടെ വീടുമായിട്ട് സച്ചിക്ക് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. രേവതിക്കും ഇനി സച്ചിയെ ധിക്കരിച്ച് രേവതി പോവാണെന്നുണ്ടെങ്കിൽ ആ പോയ പോക്കിന് അങ്ങ് പൊക്കാളാനും കൂടിയാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ രേവതി ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ഒരു രീതിയിലും സച്ചി ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം രേവതിക്ക് ഉറപ്പാവുകയാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ മഹിമ അങ്ങോട്ടേക്ക് ഒരു ചെക്കും പിടിച്ചു വരുന്നുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് വർഷ ഓൾറെഡി പറഞ്ഞല്ലോ, വർഷ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നോട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് വർഷ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. കേട്ടപാടിയാണ് നമ്മുടെ മഹിമ ചെക്കുമായിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. ചെക്ക് മാത്രമല്ല, ഒരു താലത്തിനകത്ത് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. വന്ന ഉടനെ തന്നെ ആ ഫ്രൂട്ട്സും കാര്യങ്ങളും ചന്ദ്രയുടെ അടുത്തും അതുപോലെ രവിയുടെ അടുത്തും മേടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാര്യം അന്വേഷിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നാണ് മഹിമ പറയുന്നത്. ആദ്യം സന്തോഷ വാർത്ത എന്താന്നുള്ള കാര്യം അറിയട്ടെ എന്നുള്ള മട്ടത്തിൽ തന്നെയാണ് കേട്ടോ രവി നിൽക്കുന്നത്. കാരണം അതിന്റെ മുകളിൽ ഒരു ചെക്ക് എഴുതി വെച്ചിരിക്കുന്നത് അവര് കണ്ടു. രവിയേട്ട അവര് സന്തോഷമുള്ള വാർത്ത എന്തോ പറയാൻ വേണ്ടി പോകുന്നു എന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ മടിച്ചു നിൽക്കുന്നത്, വാ മേടിക്ക എന്ന് പറഞ്ഞിട്ട് ചെക്ക് കണ്ടിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടിയിട്ട് തിരുത്തി കാണിക്കുകയാണ്. അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട്, സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് അച്ഛ ചെക്കൊക്കെ ആയിട്ടാണല്ലോ വന്നത്, വീണ്ടും ചിലപ്പോ നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് സഹായിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഉടനെ മഹിമ, ഇത് നോക്ക് ചന്ദ്രേ, ഞാന് ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നിരിക്കുന്നത്, ദയവ് ഇത് അവന്റെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറയെന്ന്. അതുപോലെ തന്നെ ചന്ദ്രയും സച്ചിയുടെ അടുത്ത് നീ മിണ്ടാതിരിക്കടാ എന്ന് പറയുവാണ്. മഹിമേ, നീ പറ, എന്താണ് ആ സന്തോഷ വാർത്ത? ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, അവർക്ക് എത്രയാണോ ആവശ്യമുള്ളത് വെച്ചാൽ ആ തുക ഞങ്ങള് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ച് അവിടെ ആർക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നമ്മുടെ വർഷ സംസാരിച്ചിരുന്നു എന്നല്ലാതെ തീരുമാനമെടുത്തതിനെ കുറിച്ചൊന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ചിൻ രേവതിയൊക്കെ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. കേട്ട ഉടനെ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ കാഷ്വൽ ആയിട്ട് പറയുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അല്ല ശ്രീകാന്തേ, നീ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞില്ല കേട്ടോ. എന്നാ രവിയാണെന്നുണ്ടെങ്കിൽ, ശ്രീകാന്തേ നീ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഈ വീട്ടിലുള്ളവരുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സംസാരം കേട്ടതാണ് ഇന്നലെ, പക്ഷെ ഒരിക്കലും ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു പ്ലാൻ ഒന്നും അവര് പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം ശരിക്കും കുടുംബത്തിലുള്ള ആൾക്കാരുടെ അടുത്താണല്ലോ പറയേണ്ടത്, അതും അച്ഛന്റെ അമ്മയുടെ അടുത്ത്. പക്ഷെ അതിന് പകരം ആദ്യം ഭാര്യ വീട്ടിൽ പറഞ്ഞല്ലോ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ രവി സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ സച്ചിൻ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്തേ, നീ റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് വീട്ടിൽ പറയേണ്ടിരുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ രേവതിയും സംസാരിക്കുന്നത്. ശ്രീകാന്തേ, നിനക്ക് ഒരു വാക്ക് അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാമായിരുന്നു എന്ന്. കാരണം ശ്രീകാന്ത് ഒരിക്കലും ഒരു പ്ലാനും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. വർഷ കിടന്നിങ്ങനെ ഓരോന്നും തുള്ളുന്നു എന്നല്ലാതെ ശ്രീകാന്തിന്റെ എന്തിന് പുറകെ ഒന്നും പോകാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് ആകെ എന്തോ പോലെ ആവുകയാണ്. അച്ഛ, ഞങ്ങളൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വർഷ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്നാ തോന്നുന്നത്. അങ്കിൾ ഇനിയും എത്ര നാളെന്ന് വിചാരിച്ചിട്ടാ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്നല്ലാതെ ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞത്. ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്റെ അടുത്ത് ചോദിക്കാതെ എന്തിനാണ് വിളിച്ച് പറഞ്ഞത് എന്ന്. കുറച്ചു നാൾ കഴിയട്ടെ എന്ന് ഞാനും നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് അങ്കിൾ ഇങ്ങനെ നോക്കുന്നത്? അങ്കിൾ തന്നെ പറയൂ, ആ പ്രിയയുടെ റെസ്റ്റോറന്റിൽ അവിടെ യാതൊരുവിധ റെസ്പെക്റ്റോ കാര്യങ്ങളോ ഇവര് കിട്ടുന്നില്ല. അതൊക്കെ ശരിയാണ് വർഷേ, പക്ഷേ
അവൻ ഇത്രയും നാളും അവിടെ നല്ല രീതിയിൽ തന്നെയല്ലേ ജോലി ചെയ്തതെന്ന് രവി ചോദിക്കുന്നുണ്ട്. അങ്കിൾ എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെറും ഒരു ഷെഫായിട്ട് ശ്രീകാന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ ഫുഡ് നല്ലതായതുകൊണ്ടാണ്. എന്നാൽ ആ പ്രിയ ഉണ്ടല്ലോ അത് സമ്മതിച്ചു തരുന്നില്ല. അവളാണ് എല്ലാത്തിനും കാരണം എന്നാണ് അവള് പറയുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അങ്കിൾ ഞാൻ പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തത്. വർഷ പറയുന്നതും ശരി തന്നെയാണല്ലോ. ശ്രീകാന്തിന് മര്യാദ കിട്ടാത്ത ഒരു സ്ഥലത്ത് എന്തിനാണ് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്നത്? അതൊക്കെ ഇരിക്കട്ടെ, ശ്രീകാന്ത് റെസ്റ്റോറന്റ് ആരംഭിക്കുന്നതിന് നിങ്ങൾ എന്തിനാ വന്നിട്ട് പണം കൊടുക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ അതിന് കുറുകെ സംസാരിക്കുന്ന നമ്മുടെ സുധിയാണേ. പിന്നെ അവര് പണം കൊടുക്കാതെ നിന്റെ കയ്യിലുണ്ടോടോ പണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? നിന്നെ കൊണ്ട് അത്രയും പണം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതിനകത്തെ അവർ ചെക്ക് എഴുതി വെച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെയാണ്. അതില് എത്ര പൂജ്യം ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും നിനക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ കൊച്ചാക്കുന്നത് കേൾക്കുമ്പോ രേവതി നല്ല മറുപടി കൊടുക്കുന്നു. സുധി കേട്ടിട്ട് അത് കേൾക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ സുധി വായടച്ച് അവിടെ അങ്ങനെ നിൽക്കുവാണ്. സച്ചിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ശ്രീകാന്തിന് കൊടുത്തേനെ. എന്നാൽ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അവന്റെ സ്വന്തം പണത്തിൽ ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ശ്രീകാന്തിനെ കൊണ്ട് പറ്റും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ. ഉടനെ ചന്ദ്രയാണെങ്കിൽ അത് നിന്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞായിരുന്നോ? എന്റെ മകന്റെ ജീവിതം നല്ലവാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അമ്മേ? ഞാനും അതുപോലെ വർഷയും നന്നായിട്ടിരിക്കണം എന്നാണ് എപ്പോഴും സച്ചീറിനെ രേവതി ചേച്ചിയും ചിന്തിക്കുക. ഉടനെ മഹിമ ഇടയ്ക്കയറി പറയുന്നുണ്ട് കേട്ടോ, നീയും അതുപോലെ തന്നെ വർഷയും നന്നായിട്ടിരിക്കണം എന്നാണ് ശ്രീകാന്ത് ഞങ്ങളുടെ ആഗ്രഹം. വർഷ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കേട്ട ഉടനെ തന്നെ വർഷയുടെ അച്ഛനാണ് എത്ര പണം ചെലവായാലും കുഴപ്പമില്ല, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ചെക്ക് തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് മേടിച്ചിട്ട് ഇത് അവർക്ക് കൊടുക്കണം എന്ന് മഹിമ പറയുന്നുണ്ട്. നമ്മുടെ മകന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവര് പറയുന്നത്. അവനും തനിയൊരു റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലൈഫിലും നല്ലതാണല്ലോ. അതുകൊണ്ട് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ധൃതി കാണിക്കുവാണ് കേട്ടോ. പക്ഷേ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളല്ലല്ലോ, അവരല്ലേ. അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തോളാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രവി പറയുന്നത്. ശ്രീകാന്തെ, നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ നീ ചെയ്തോ എന്നുള്ള മട്ടില് രവി അങ്ങ് കൈയൊഴിയാണ് കേട്ടോ. അവസാനം മേടിക്കാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാതെ ആ ചെക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം വർഷം കൂടി നിർബന്ധിക്കാണല്ലോ, അവളെ വിഷമിപ്പിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ശ്രീകാന്ത് അത് മേടിക്കുന്നത്. ചെക്കൊക്കെ കൊടുത്തതിന് ശേഷം മഹിമ ഇനി എത്രയാണോ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങള് അത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിനൊട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യം അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമെന്ന് രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവൻ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് നമ്മുടെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ശ്രുതിയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ തേങ്ങാക്കൊല കൊണ്ടുവരുന്ന വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണല്ലോ. എന്നാൽ അവളിപ്പോ ഒന്നുമില്ലാത്തവളായി മാറി. പിന്നെ രേവതിയുടെ വീട്ടിൽ നിന്ന് ഒരു പിണ്ണാക്കം കൊണ്ടുവരാനായിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കാനുണ്ട് ചന്ദ്ര. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ എന്ത് വർത്താനം ചന്ദ്ര ഈ പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഇവളുടെ അച്ഛൻ ബസ്സിന്റെ ഉള്ളിൽ പോയി പെട്ടതാണോ, ഇനി ബസ് ഇവളുടെ അച്ഛന്റെ മേലേക്ക് കയറിയതാണോ ഒക്കെ ആർക്കറിയാം. എന്തായാലും അവിടുന്ന് ഒരു തേങ്ങാക്കൊല്ലിയും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത് വെറും പിച്ചക്കാരുടെ കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഉടനെ രേവതി പറയുന്നുണ്ട്, ഞങ്ങളത് പിച്ചക്കാരുടെ കുടുംബമൊന്നുമല്ല, ഞങ്ങൾക്ക് കഴിവില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഒരാള് വിശന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞങ്ങൾ വിട്ടിട്ടില്ല. നിങ്ങൾക്ക് വലിയ മണിമാളികയൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഒരു നേരം ഒരാളെ വിളിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുവാണേ. രേവതി പറഞ്ഞത് ശരി തന്നെയാണ്. വിശന്നവർക്ക് അന്നം കൊടുക്കുന്ന വീടാണ് യഥാർത്ഥമായിട്ടുള്ള വീട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രൻ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രവിയുടെ വായിലിരിക്കുന്നത് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ആന്റി എന്റെ അമ്മ പൈസ കൊണ്ടുവന്നതെന്ന് വിചാരിച്ചിട്ട് ആരെയും താഴ്ത്തിക്കെട്ടിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ പൈസ ഞാൻ കടമായിട്ട് വാങ്ങുന്നത് പോലെ വാങ്ങിയത്. ഞങ്ങള് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ കടം ഞങ്ങള് വീട്ടും. അതുകൂടി കേൾക്കുമ്പോ ചന്ദ്ര ആകെ ഇല്ലാതാവാണ്. ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രീകാന്തെ, നിങ്ങൾക്ക് എന്താണോ നല്ലതെന്നുള്ള കാര്യം തോന്നുവെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി പറയുന്നത്, നിന്റെ അമ്മ എന്താണോ ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചത് അതെന്തായാലും ചെക്ക് തന്നു പോയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണോ വരാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അതെന്താ രേവതി ചേച്ചി സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് നമ്മുടെ വർഷ രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണേ. അത് കഴിഞ്ഞ് ചന്ദ്ര വീണ്ടും വരുന്നുണ്ട്. അവരുടെ ഒന്നും വർത്താനം കേൾക്കണ്ട, നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം തന്നെ റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും അവിടുന്ന് പോകുകയാണ് ചെയ്യുന്നത്. രേവതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കൂടെയുള്ള ചേച്ചിമാരെടുത്ത് ദേവുവിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രേവതി, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേവുവിന്റെ കല്യാണം എപ്പോഴാണെന്നുള്ള കാര്യം പറഞ്ഞാ പോരെ?
ഞങ്ങൾ എല്ലാവരും വന്നിട്ട് വേണ്ട പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുവാണേ. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ, ചേച്ചി ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളും സച്ചേട്ടനും തമ്മിൽ പ്രശ്നമാണ്. രേവതി അത് എടുത്ത് കളയാൻ വേണ്ടി പറയടാ. ഈ ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാത്തിനും കൊമ്പ് കോർത്ത് നിൽക്കും. പിന്നെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, മൂക്കത്താണ് ചുണ്ടി. രേവതി, നീ പറഞ്ഞു കേട്ടിടത്തോളം ദേവു സ്നേഹിക്കുന്ന ആള് നല്ല ആളാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഗവൺമെന്റ് ജോലി, നന്നായിട്ട് സമ്പാദിക്കുന്നു. ഇതിൽ കൂടുതൽ പിന്നെ വേറെ എന്താണ് വേണ്ടത്? ഒന്നും നോക്കട്ടെ രേവതി, അവനെ തന്നെ ദേവുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അത് തന്നെയാണ് ചേച്ചി എന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാണ്, സച്ചേട്ടൻ അവനെ ആ പോലീസുകാരന് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുമല്ലേ. രേവതി, അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുന്ന സമയത്ത് സച്ചിയും അതുപോലെ തന്നെ ദേവുവിന്റെ ആ പയ്യനും ചേർന്ന് ഇടപഴകി ആ ദേഷ്യമൊക്കെ പോവും. എത്ര നാളെന്ന് വിചാരിച്ചിട്ട് ഈ ദേഷ്യം മുന്നിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴേ പകയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മറന്ന് അവർ രണ്ടുപേരും ഒന്നായിട്ട് ചുറ്റി കറങ്ങാൻ വേണ്ടി പോകും. ഇതൊക്കെ സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യമല്ലേ രേവതി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കും അറിയാൻ ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാനാണ്, സച്ചേട്ടൻ ഭയങ്കര പിടിവാദത്തിലാണ്. എപ്പൊ നോക്കിക്കഴിഞ്ഞാലും ആ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സച്ചേട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുവാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല രേവതി. മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയത് ആരാണെന്നുള്ള കാര്യം അറിയാതെയല്ലേ. എന്നാ ഇപ്പൊ സ്വന്തക്കാരാവാൻ വേണ്ടി പോകുന്ന ആളാകുന്ന സമയത്ത് ആ പോലീസുകാരൻ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുമോ? ഇത് നോക്ക് രേവതി, ദേവുവിന് ഇതുപോലത്തെ ഒരു ബന്ധം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്ക്. നീ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്റെ മേലേക്ക് എരിഞ്ഞു വീഴുന്നത് പോലെയാണ്. ഇപ്പോ ദേവുവിനാണെന്നുണ്ടെങ്കിൽ വേറെ പയ്യനെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്തു. സച്ചി നല്ലൊരാള് തന്നെയാണ്, പക്ഷെ അവന്റെ ദേഷ്യം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ആരെങ്കിലും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ അമ്മായിപ്പന്റെ അടുത്ത് പറ. അച്ഛന്റെ അടുത്തോ? അതെ, നിന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി എന്തായാലും കേൾക്കും. പിന്നെ നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടന്റെ ദേഷ്യം കൂടതേയുള്ളൂ. പിന്നെ എന്റെ അടുത്ത് സംസാരിക്കുന്നത് വരെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിയും. എന്റെ വീട്ടിലെ കുടുംബത്തില് ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അമ്മ വലിയ പ്രശ്നമാക്കും. ഇപ്പോ ഉള്ള പ്രശ്നത്തിനേക്കാളും വലിയ പ്രശ്നമായിട്ട് അത് പിന്നീട് മാറും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും സച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നോക്ക് രേവതി, നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ വരും. സച്ചേട്ടന്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. സച്ചി വളരെ നല്ലവനാണ്. അവൻ ഞങ്ങളെ എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും സംസാരിക്കും. അത് മാത്രമല്ല ഭക്ഷണമൊക്കെ മേടിച്ചു തരും. അതൊക്കെ ചേച്ചി എനിക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ഒരു കാര്യത്തിന് മാത്രം സച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണോ വരിക, അതുപോലെ തന്നെയാണ് നിങ്ങളും സച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വരാൻ വേണ്ടി പോകുന്ന പ്രശ്നം. കാരണം ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാന്നുള്ള കാര്യം സച്ചേട്ടൻ പറയും. കുറച്ചുനാള് അങ്ങനെ പോകട്ടെ എന്ന് രേവതി പറയുമ്പോൾ, അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് വിടരുത് രേവതി. എന്തായാലും ആ പയ്യന് ദേവുവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ. ഇപ്പൊ സച്ചിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്, കാർ ഡ്രൈവർ അല്ലേ, സ്ഥിര വരുമാനമല്ല. എന്നാ അവന്റെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മളിപ്പോ സംസാരിക്കുന്നത് ദേവുവിന്റെ കല്യാണത്തിനെ കുറിച്ചിട്ടല്ലേ, അല്ലാതെ സച്ചേട്ടനെ കുറിച്ചിട്ടല്ലല്ലോ. എന്തിനാ സച്ചേട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്? സച്ചേട്ടൻ വെറും കാർ ഡ്രൈവർ ആണ്, പക്ഷേ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, സച്ചേട്ടൻ നല്ല വരുമാനം ഉണ്ടെന്നൊക്കെ പറയുവാണ് ദേഷ്യത്തില്. ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയത്? സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് സച്ചി സമ്മതിക്കില്ല എന്നുണ്ടെങ്കിലും സച്ചിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുള്ള കാര്യം അറിയില്ലേ? അങ്ങനെ വേറൊരു ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക് രേവതി, എങ്ങനെങ്കിലും സച്ചിയെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിപ്പിക്ക്. നീയും നിന്റെ അമ്മയും അമ്പലത്തില് ഒരുപാട് പൂ കിട്ടിയിട്ടില്ലേ, ആ പുണ്യം കൊണ്ട് കിട്ടിയതാണ് ഇങ്ങനൊരു വരനെ. അതുകൊണ്ട് അത് കൈവിടാതെ നോക്കണം എന്നുള്ള കാര്യം കൂടി രേവതിയുടെ അടുത്ത് ചേച്ചിമാര് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ട്. പക്ഷെ സച്ചിയാണെങ്കിൽ മൈൻഡ് ശരിയല്ല. സർ ഇന്നൊരു ദിവസത്തേക്ക് വേറെ ആരെങ്കിലും ട്രിപ്പിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് പോവാതിരിക്കുകയാണെ. ഇത് കേട്ട് ഈച്ചയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചി നിനക്ക് പറ്റിയത്? സാധാരണ ട്രിപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഓടുന്ന ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചിട്ട് നീ ട്രിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നതാണല്ലോ. എന്നിട്ട് ഇന്ന് ട്രിപ്പ് കിട്ടിയിട്ട് നീ എന്താ പോകാത്ത എന്നുള്ള കാര്യമേ. എടാ, മനസ്സ് തീരെ ശരിയല്ലടാ. ഈ കല്യാണം എന്ന് പറഞ്ഞത് കഴിക്കാതിരിക്കുന്ന നല്ലത്. അത് വലിയൊരു ഏടാകൂടം പിടിച്ചതുപോലെയായി. കല്യാണം കഴിക്കാത്തടത്തോളം കാലം ഉത്തരവാദിത്തങ്ങളും ഇല്ല, ഒന്നുമില്ല. എന്നാ ഇപ്പൊ കല്യാണം കഴിച്ച് ആകെ കുടുങ്ങി നിൽക്കാന്നൊക്കെ പറയുവാണേ. നീ തന്നെയല്ലേ സച്ചി പറഞ്ഞത് കല്യാണം കഴിക്കുന്നത് നല്ലതാണ്, സന്തോഷമുള്ള ജീവിതമാണെന്ന്. എന്നിട്ട് നീയാണോ ഇപ്പോ ഇത് മാറ്റി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നതിന് എന്താ, അല്ലെങ്കിലും നമ്മൾ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടത് ഫ്രണ്ട്സിന്റെ അടുത്തല്ലേ എന്നൊക്കെ സച്ചി തന്നെ പറഞ്ഞിട്ട് കാര്യം പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാ ഇത് കുടുംബക്കാരടുത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു പ്രശ്നം വന്നല്ലോ, അതുകൊണ്ട് അവര് സന്തോഷിക്കത്തേ ചെയ്യുള്ളൂ. പക്ഷേ
നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ സച്ചി ചുറ്റി വളയ്ക്കുന്നത് കാണുമ്പോൾ ഈച്ച ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ ആദ്യം നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ, നിനക്ക് ദേവുവിനെ അറിയില്ലേ? ആ രേവതിയുടെ അനിയത്തിയില്ലെന്ന് ചോദിക്കുമ്പോ അതെ, അവള് ഒരാളെ സ്നേഹിക്കുന്നു. അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഈ വയസ്സിൽ ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അതെങ്ങനെയാടാ ലവ് മാത്രം ഇങ്ങനെ താനേ വരുന്നത്? ഈ ചെക്കനെ കല്യാണം കഴിക്കുന്നു എന്ന് ദേവു പറയുന്നു. അവനെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതിയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് കല്യാണം കഴിപ്പിച്ചു കൊടുത്താ പോരെടാ എന്ന് ഈച്ച ചോദിക്കുന്നുണ്ടേ. എടാ ഈ കല്യാണം നടക്കാൻ വേണ്ടി പാടില്ല. അതെന്താടാ സച്ചി നീ അങ്ങനെ പറയുന്നത്? നീ സാധാരണയായിട്ട് ലവിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലവിന് സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണ്. എന്നാ ഇവിടുത്തെ പ്രശ്നം അവള് ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിലാണ്. നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? എന്താ പയ്യൻ നല്ലവനല്ലേ എന്ന് ചോദിക്കുമ്പോ നല്ലവനാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ലേ? അവള് സ്നേഹിക്കുന്നത് എന്റെ അടുത്ത് എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരല്ലേ അരുൺ, അവനെയാണ്. എന്താണ് നീ പറഞ്ഞത്? അവനൊരു ഏടാകൂടം പിടിച്ചവനല്ലേ എന്ന് ഈച്ച ചോദിക്കുമ്പോ ഇപ്പോ നിനക്ക് തന്നെ മനസ്സിലായില്ലേ കാര്യം? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവനെ ഒരിക്കലും ദേവുവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. എടാ ഒരു കണക്കിന് നോക്കിയാല് ദേവു കണ്ടെത്തിയ നല്ലൊരു പയ്യനല്ലേ അവൻ? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ അല്ലേന്ന് നമ്മുടെ ഈച്ച ചോദിക്കുമ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെന്ന് വിചാരിച്ചാല് പെണ്ണിനെ അങ്ങനെ അങ്ങ് പിടിച്ചു കൊടുക്കണമെന്നുണ്ടോ? അവന്റെ ജോലിയല്ല പ്രധാനം, അവന്റെ ക്യാരക്ടർ, അതാണ് ഏറ്റവും വലിയ പ്രധാനം. എന്താടാ ഗവൺമെന്റ് ജോലി ഇല്ലാത്തവരാരും ഭാര്യമാരെ നന്നായിട്ട് നോക്കില്ലേ? എടാ ഒരു കണക്കിന് ദേവുവിനെ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നമുക്കും കാര്യം തന്നെയാണ്. അതെന്ത് കാര്യമെന്ന് സച്ചി ചോദിക്കുമ്പോ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചിട്ട് പോകാം, വെള്ളം അടിച്ചിട്ട് കാർ അടിച്ചിട്ട് പോകാം, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവന്റെ പേര് പറയാലോ എന്ന് ചോദിക്കുമ്പോ നിന്നെ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഈച്ചനെ പുറകെ ഓടുവാണ് ഇവിടെ ചെയ്യുന്നത്. അതോടുകൂടിയിട്ടാണ് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്